Hello friends, it's me Shabir, MalluKarper പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല, ആരെ കണ്ടാൽ മനസ്സിലാവുന്നതുകൊണ്ടാണ് വീഡിയോ തന്നെ കാണിച്ചത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കണ്ട പോലെയുള്ള ഒരു തെർമോകോൾ കട്ടിംഗ് മെഷീൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വുഡ് ഞാൻ എടുത്തിട്ടുണ്ട്. വുഡ് ഏതായാലും പ്രശ്നമല്ല. വുഡ് മാറുന്നതിനനുസരിച്ച് നമ്മൾ ഒട്ടിക്കുന്ന രീതിയാണ് മാറുക. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ ഇതൊന്ന് സ്മൂത്താക്കി എടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് സാൻഡ് ചെയ്യാം. ജസ്റ്റ് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കുന്നുണ്ട്. പീസ് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ ചെറിയ പീസിൽ നിന്ന്, അതായത് നമ്മൾ 2 പീസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, ചെറിയ പീസിൽ നിന്ന് കുറച്ചുകൂടി കട്ടിങ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം 1 ഇഞ്ച് വീതിയിലൊരു 4 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനിടയിൽ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് മിസ്സാവാതെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. പിന്നെ വീഡിയോ കണ്ട് കഴിഞ്ഞതിന് ശേഷം ലൈക്ക് അടിക്കാമെന്ന് കരുതിയെ മാറ്റി വെക്കേണ്ട, ചിലപ്പോൾ മറന്നു പോകും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ലൈക്കും ചെയ്തോളൂ. അപ്പോൾ നമുക്ക് വീഡിയോ തുടരാം. അപ്പോൾ വലിയ പീസ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ചെറിയ പീസുകളും നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ 2 പീസ് ഞാൻ താഴേക്കും 2 പീസ് മുകളിലേക്കാണ് വെക്കുന്നത്. അതിൽ താഴേക്ക് വെക്കാനുള്ള പീസ് ഞാൻ ജസ്റ്റ് എടുത്തിട്ട് ഇതിനൊരു സ്റ്റാൻഡ്, ഒരു ലെഗ് പോലെ നമുക്ക് താഴെ കൊടുക്കും. ഞാനിവിടെ എടുത്ത് റബ്ബറിൻ്റെ കൂട്ടായതുകൊണ്ട് നമുക്കിത് ഫ്ലെക്സിബിൾ സിമ്പിളായിട്ട് ഇട്ടു. അപ്പോൾ ഞാൻ ഫ്ലെക്സിബിൾ വെച്ചാണത് ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഓപ്പോസിറ്റ് സൈഡിൽ ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ താഴ്ഭാഗത്തെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് മുകൾ ഭാഗത്താണ് ചെയ്യാനുള്ളത്. മുകൾ ഭാഗത്ത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് മുകൾ ഭാഗത്ത് ഒട്ടിക്കാനുള്ള ചെറിയ പീസുകൾ തമ്മിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാറുണ്ട്. ഞങ്ങൾ ഒട്ടിക്കുന്ന രീതിയിൽ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ചെറിയ പീസ് ഒട്ടിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വലിയ പീസിൻ്റെ ഒരറ്റത്ത് സെൻട്രലായിട്ട് വരുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഹോൾ അടിച്ചെടുക്കാം. നമ്മൾ ജസ്റ്റ് ആ ഹോളിലൊരു സ്ക്രൂ നമുക്ക് ജസ്റ്റ് വെച്ചിട്ട് ഒരു മാർക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ജസ്റ്റ് സ്ക്രൂ വെച്ചാൽ മതി. വെച്ചിട്ട് നമുക്ക് നേരെ, അതായത് ചെരിവൊന്നും വരാതെ നേരെ അതിൻ്റെ പെർപെൻഡിക്കുലറായിട്ട് താഴ്ഭാഗം ജസ്റ്റ് ഒന്ന് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഈ മാർക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് അതേമാതിരി ഒരു ഹോൾ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടും കൂടി ഒരു ഹോൾ അടിക്കണം. എന്തിനു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വയറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത സ്റ്റെപ്പിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്ലാസ്റ്റിക് കവറൊക്കെ സീൽ ചെയ്യുന്ന മെഷീൻ്റെ ഹീറ്റിംഗ് കോയിലാണ്. ഇതിന് പകരം നമുക്ക് നിക്രോമിൻ്റെ കോയിലൊക്കെ, അതായത് നിക്രോമിൻ്റെ വയറൊക്കെ നമുക്ക് ഓൺലൈനൊക്കെ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. നമ്മൾ അടുത്തുള്ള ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിക്രോമിൻ്റെ കമ്പിയൊന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല. പക്ഷേ ഓൺലൈനൊക്കെ പർച്ചേസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിക്രോമിൻ്റെ കമ്പി കിട്ടും. അതും ഇതിന് പകരം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒരു സ്ക്രൂ വെച്ചിട്ട് നമുക്കിത് കുടുക്കി കൊടുക്കാം. അതിൽ നമ്മളെ വയറും പോകണം. ജസ്റ്റ് ഒന്ന് ഇതിൽ വെച്ച് കൊടുക്കാം. ജസ്റ്റ് നമുക്ക് ഇതിൽ വയറും കൂടി ജസ്റ്റ് ഒന്ന് കുടുക്കി കൊടുക്കാം. ഇനി കോയിലിൻ്റെ മറ്റേ ഭാഗം നമുക്ക് ഇതിൻ്റെ അടിയിലേക്ക് നമ്മളിട്ട ഹോളിലൂടെ അടിഭാഗത്തേക്ക് ഇറക്കി കൊടുക്കണം. നമുക്ക് ജസ്റ്റ് ഈ വയർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാണ്ട് നമ്മൾ ഇങ്ങേ ഭാഗത്ത് ഹോൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വയർ കൊണ്ടുപോകാനാണ് അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഹോളിലൂടെ നമുക്ക് ഈ വയർ
പുറത്തേക്ക് ഇട്ടു കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ അടിഭാഗത്ത് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കോയിലുണ്ടല്ലോ, നമ്മൾ ഈ ഹീറ്റിംഗ് കോയിൽ ടൈറ്റായി വരുന്ന രീതിയിൽ പിടിച്ച് കഴിഞ്ഞാൽ ഇതിന് അറ്റ എവിടെയാണ് വരുന്നത് അവിടെ നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു ഹോൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ഈ മുകളിൽ കൊടുത്ത പോലെ വാഷറൊക്കെ വെച്ചിട്ട് സ്ക്രൂ ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ടൈറ്റാക്കി എടുക്കാം. ഇതിൽ നമുക്ക് വയർ കൊടുക്കാനുണ്ട്, ജസ്റ്റ് നമുക്കൊന്ന് ടൈറ്റാക്കി വെച്ചിട്ട് വയറും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇതിക്ക് പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 12 വോൾട്ടിൻ്റെ ഒരു പവർ സപ്ലൈ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എൻഡ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കിയത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ മുമ്പ് കട്ട് ചെയ്തതായിരുന്നു. അറിയാലോ, ഇതിന് സാധാരണ ഉണ്ടാവുന്ന ആ ഒരു കണക്ടറാണെന്നുണ്ടെങ്കിൽ നേരെ അതിൻ്റെ ഫീമെയിൽ പോർട്ട് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. അത് മേടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി കൺവീനിയൻ്റ് ആവും. ഇപ്പോൾ ഞാൻ അത് ഓൾറെഡി കട്ട് ചെയ്തുകൊണ്ട് നമ്മൾ സാധാ കണക്ടർ വെച്ചിട്ടാണ് ഇത് കണക്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് കണക്ടർ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഏറെയുള്ള പവർ കേബിളൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കണക്ടർ ഞാൻ ഇവിടെ ജസ്റ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫോം കട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. അപ്പോൾ ഇതുപോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.